ആ അവക്ക് വീട് കിട്ടി, അവക്ക് സംഭവം കിട്ടി. അവക്ക് കെട്ടുന്നതിന് തന്നെ അവള് കെട്ടാൻ പോവല്ലേന്ന്. ഞാൻ ചോദിക്കട്ടെ, ആർക്ക് വീട് കിട്ടിയെന്ന്? ഇതെന്റെ സൂചേന്റെ കുഞ്ഞുങ്ങളുടെ വീടായിരുന്നു. ഞാൻ അവരുടെ അമ്മയായോണ്ട് താമസിക്കുന്നതേ ഉള്ളൂ. ഇതെന്റെ പേരിലല്ല ഈ വീട് സ്ഥലം. അതിന്റെ ഇടയ്ക്ക് വേറെ കമന്റ്സും വരുമല്ലോ, ഇവളടുത്ത് കെട്ടിട്ട് ആ മൂത്ത മോനെ അടിച്ചിറക്കും. എന്തിന്? അതെന്റെ മൂത്ത മോനാണ്, അവനെ ഞാനെന്തിനാ അവനും ഇവനോട് ഞാൻ പറയും, ഡാ രണ്ടും കൂടെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അമ്മേനെ അടിച്ചിറക്കായിരുന്നു. കാരണം അവരുടെ വീടാണിത്. അവരുടെ പേരിലാണ് രണ്ട് പിള്ളേർക്ക് ഒരേ അവകാശത്തിൽ, രണ്ട് പിള്ളേർക്ക് ഒരേ അവകാശത്തിൽ സ്ഥലം, രണ്ട് പിള്ളേർക്ക് ഒരേ അവകാശത്തിൽ വീട്. ഇപ്പൊ മൂത്ത മോൻ അങ്ങ് അവൻ അവിടെ നിന്ന് പഠിക്കുന്ന, അവൻ അവധിക്ക് വരും. 5 വയസ്സുള്ള കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുമോടാ? അവന്റെ സംരക്ഷണം വേണ്ടേ? പിന്നെ അവരുടെ അമ്മയല്ലേ ഞാൻ, താമസിക്കണ്ടേ? അതിനാണ് ഈ ആൾക്കാർ പറയുന്നത്. ഇപ്പോഴും ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഞാനിപ്പോഴും കൊല്ലം സുധി ചേട്ടന്റെ വൈഫ് തന്നെയാണ്, മനസ്സിലായോ? ഇപ്പോഴും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ മൂത്ത മോൻ എന്നോട് പറഞ്ഞ, അമ്മ എന്നോട് ഋതുലിനോടും പറഞ്ഞിട്ട് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അമ്മയുടെ ജീവിതമാണ് എന്നോട് പിന്നീടാണ്, അമ്മയുടെ ജീവിതമാണ്, ഇഷ്ടമുണ്ട് അമ്മ കല്യാണം കഴിച്ചു. അതൊരു സ്മൈലിയൊക്കെ അയച്ചു തന്നിട്ട് അവൻ വാട്സപ്പിൽ കേട്ടോ, ഇഷ്ടമുണ്ട് അമ്മ കല്യാണം കഴിച്ച സന്തോഷമേ ഉള്ളൂ കേട്ടോ, കുഞ്ഞിനോടും എന്നോടും പറയണം. ഞാൻ പറഞ്ഞേടാ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനമേ ഇല്ല, എനിക്ക് ഇതുവരെ ഇല്ല. അത് നമ്മളെ ഇഷ്ടമുള്ളവരായിരിക്കും പറയുന്നത്. കാരണം ഒരു പെണ്ണിന് എത്ര നാൾ ആ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നതെന്നുള്ളൊരു ചോദിച്ചിനും ഇങ്ങനെ വരും. കാരണം എന്റെ പപ്പായും അമ്മയും എന്റെ കൂടെ എന്നും കാണുമോ. അവര് 2 ആൺപിള്ളേരാണ്, അവർക്ക് ഫാമിലി ആകേണ്ടത് എന്നെ അമ്മച്ചിയെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. അതൊക്കെ കൊണ്ടായിരിക്കും ഈ പറയുന്ന ആൾക്കാര്. നമ്മൾ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. കാരണം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലോ അതല്ലെങ്കിൽ വല്ല കേട്ട് കഴിഞ്ഞാലൊക്കെ നമ്മൾ വിമർശിക്കും. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റാത്തതാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ അത് ശരിയല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലൊക്കെ നമ്മൾ വിമർശിക്കും. പക്ഷേ ചില സമയത്ത് വിമർശനങ്ങൾ എന്താണ് അതിക്രമിച്ചിട്ട്, അതായത് അത് അത്രത്തോളം വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട് ചില ആൾക്കാർ വിമർശിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും നമ്മൾ മലയാളികൾ. ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ചിലവർ അതിനെ വിമർശിച്ച് പറയുമെങ്കിലും പക്ഷെ ചില കാര്യങ്ങളൊക്കെ എന്താണ് അതിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കണ്ട ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞാൽ 2 റീൽസുകൾ ഉണ്ടായിരുന്നു. അതോ ഏതോ 2 റീൽസ് എന്ന് പറഞ്ഞാൽ അതിലൊരു റീൽസ് എന്ന് പറയുന്നത് നമ്മളെന്താണ് നബീസുമ്മ മണാലിയിൽ പോയിട്ട് മഞ്ഞ് കളിച്ചിട്ട് ഈ മഞ്ഞൊക്കെ വാരിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉസ്താദ് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ വിമർശിച്ചിരുന്നു. ആദ്യം നമുക്ക് നബീസുമ്മാൻ്റെ ആ മണാലിയിലുള്ള ഒരു റീൽസ് കാണാം. ആ മഞ്ഞ് കളിക്കണ ഇതിനാണ് കൂടുതൽ ആ ഉസ്താദ് വിമർശിച്ചിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന മക്കളെ, എന്താ രസം, എന്താ ഞാൻ റിച്ചുവിനോട് വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ, 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞി കിടക്കുന്ന ഇത്ര നല്ല രസം കിട്ടാനോ മക്കളെ? വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്, ഞങ്ങൾ വരുമ്പോലെ ഇനി ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിനോടി സൂപ്പറാടി സൂപ്പറാ. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഉസ്താദ് ഒരു സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് ഉസ്താദ് ആ ഒരു ഉമ്മാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ അതായത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഭർത്താവ് മരിച്ചിട്ട് വിധവായിട്ട് ജീവിക്കണ ഒരു ഉമ്മയാണത്. അപ്പോൾ 25 വർഷമായിട്ട് ഭർത്താവ് മരിച്ചിട്ട് ഒരു മൂലക്ക് ഇരുന്നിട്ട് ദിക്റും സലാത്തൊക്കെ ചൊല്ലിയിട്ട് ഇരുന്നാൽ പോരെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താണ് ഈ ഒരു ഉസ്താദ് ഉസ്താദിൻ്റെ പേരെന്താ, ഇബ്രാഹിം സക്കാഫിയോ അങ്ങനെ എന്തൊക്കെയാണ് പേരാണ് ഉസ്താദിൻ്റെത്. അപ്പോൾ ഈ ഉസ്താദ് എന്താണ് അതിനെക്കുറിച്ചിട്ടാണ് അതാണ് വിമർശിച്ചത്, അതായത് അതിനെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെയാണ് ഉസ്താദ് പറഞ്ഞിരുന്നത്. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സലാത്ത് ദിക്റും ചൊല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വ്യക്തി സ്വാതന്ത്ര്യം അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം
അത് രണ്ടും ഉണ്ട്. കാരണം എന്താ, നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, എവിടെ വേണമെങ്കിലും നമുക്ക് പോയി ഏത് കാഴ്ചകളും ഏത് സ്ഥലങ്ങളിൽ പോയിട്ട്, അത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും ജില്ല മാറിയാലും സ്റ്റേറ്റ് മാറിയാലൊക്കെ നമുക്ക് എവിടെ പോയിട്ട് നമ്മൾ സ്ഥലങ്ങൾ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യം. അതുപോലെ തന്നെയാണ് വ്യക്തി സ്വാതന്ത്ര്യം. ഓരോ വ്യക്തിക്കും അതിൻ്റേതായിട്ടുള്ള ഓരോ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതിലെവിടെയാണ് തെറ്റ് കണ്ടത്? ഈ ഉസ്താദ് പറഞ്ഞതുപോലെ ഉസ്താദ് എവിടെയാണ് ഇതിൽ തെറ്റ് കണ്ടിരിക്കുന്നത്? ഈ ചെയ്തത് തെറ്റാണ്, അത് ശരിയായില്ല എന്നൊക്കെ പറയാൻ ഉസ്താദിനെന്താണ് അതിൽ എവിടെ തെറ്റ് കണ്ടിരുന്നത്? കാരണം എന്താ വെച്ചാൽ അതിൽ നല്ല മാന്യമായിട്ട് ആ ഒരു ഉമ്മ ഡ്രസ്സ്, അത് വസ്ത്രം ധരിച്ചുകൊണു. കാരണം മണാലിയിലാണ് പോയിക്കുന്നത്, നല്ല തണുപ്പാണ് അവിടെ, അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ടിക്കണത്. പക്ഷേ എന്നാൽ പോലും അവിടെ ഒന്നും ഒരു പ്രശ്നമോ കാര്യങ്ങളോ അതല്ലെങ്കിൽ എന്താണ് ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിലൊന്നും ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും അവിടെ കാണില്ല. ആ നല്ല രീതിയിലാണ് മാന്യമായിട്ട് തന്നെയാണ് ഉമ്മ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് എന്താണ്, നമ്മൾ മഞ്ഞിലൊന്ന് കളിച്ചതാണോ വലിയ തെറ്റ്? അതല്ലെങ്കിൽ മഞ്ഞൊന്ന് നമ്മൾ കയ്യിൽ തട്ടിയിട്ട് കൈ കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അമ്മാനെ മാടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മഞ്ഞിട്ട് കളിച്ചതാണോ ഇത്രയും വലിയ തെറ്റായിട്ട് ഉസ്താദ് കാണുന്നത്? അപ്പോൾ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊന്നും, ചില കാര്യങ്ങൾ അതല്ലെങ്കിൽ ഇതുപോലുള്ള കുറേ കാര്യങ്ങളൊന്നും നമുക്ക് എന്താണ് അംഗീകരിക്കാൻ പറ്റില്ല. ഉസ്താദ് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഉസ്താദിന് പറ്റുമെങ്കിൽ ആ ഉമ്മാനൊന്ന് പോയി കണ്ട് ഞാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്ഷമ ചോദിക്കണതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ഉസ്താദ് എന്താണ് ഈ ഒരു വാക്ക് കൊണ്ട് ഉസ്താദ് എന്നും എയറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഉസ്താദിനെ വിമർശിച്ചും കൊണ്ട് നമ്മളെ മലയാളികൾ എല്ലാവരും രംഗത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ ആ ഉമ്മാനെ സപ്പോർട്ട് ചെയ്തും കൊണ്ടും, കാരണം നല്ല രീതിയിൽ തന്നെയാണ് ആ ഉമ്മാനെ നമ്മളെന്താണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളികൾ അതുപോലെ തന്നെയാണ് ഈ ചില കാര്യങ്ങളൊക്കെ വിമർശിക്കുമ്പോൾ നമുക്കത് ശരിയായില്ല, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെയൊക്കെ വിമർശിക്കേണ്ട ആവശ്യം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊല്ലം സുധിയുടെ ഭാര്യ, അതായത് രേണു, ഒരു റീൽസ് നമ്മളൊരു വീഡിയോ കണ്ടു. ഇപ്പോൾ അതായത് നമ്മളെ ചാന്ത് പൊട്ട് എന്ന് പറഞ്ഞ സിനിമയിലൊരു സോങ്ങൊക്കെ ഇട്ടിട്ടൊരു റീല് നമ്മൾ കണ്ടു. അപ്പോൾ ആ റീൽസിൽ ചെയ്ത കാര്യങ്ങളും അതിൻ്റെ രംഗമൊക്കെ കണ്ടിട്ട് നമ്മളെ മലയാളികൾ അതിനെതിരെ ഒരുപാട് വിമർശിച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചിട്ട് വിമർശിച്ചു. അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിന്, അതല്ലെങ്കിൽ കൊല്ലം സുധിയുടെ 2 മക്കളും ഭാര്യയ്ക്കൊക്കെ ഒരു വീടൊക്കെ വെച്ച് കൊടുത്തതിനൊക്കെ എതിരെ, അതെന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ഒരു കൊല്ലം സുധിയുടെ ഭാര്യനൊക്കെ വിമർശിച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ ഒരു റീൽസ് കണ്ടിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് വ്യക്തി സ്വാതന്ത്ര്യം. ഒരാൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം ആ ഒരു വ്യക്തിക്കുണ്ട്. അതിപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യ ഇപ്പോൾ ചെയ്തത് ഒരു റീൽസ്, ഒരു വീഡിയോയിൽ അഭിനയിച്ച് കാണിക്കുക, ഒരു മാന്യമായിട്ടല്ലാതെ ഡ്രസ്സൊന്നും ഇല്ലാതൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ റീൽസിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണലുണ്ട്. പക്ഷെ അതിനൊന്നും വിമർശിക്കാതെ ഈ ഒരു കൊല്ലം സുധിയുടെ ഭാര്യ, അതായത് ഈ രേണുക എന്ന് പറയുന്ന ഒരു സ്ത്രീ ചെയ്തതിനെ കുറിച്ചിട്ടൊക്കെ മലയാളികൾ വിമർശിക്കുന്നത് കാണുമ്പോൾ അതൊന്നും അത്ര ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഈ ഒരു കൊല്ലം സുധിയുടെ കുടുംബത്തിനെ ഇങ്ങനെ വിമർശിക്കുന്നത് കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്ത്രീ, അതായത് ഈ ഒരു കൊല്ലം സുധിയുടെ ഭാര്യ ചിലപ്പോൾ ഇങ്ങനെ റീൽസിൽ അഭിനയിക്കും, അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോസും ചിലപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും, അതല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കും, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കും. അതൊക്കെ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതായത് വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ആ ഒരു വ്യക്തി ജീവിക്കേണ്ടത്. അത് നല്ല രീതിയിൽ നല്ല മാന്യമായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി ജീവിക്കണം, അല്ലെങ്കിൽ ആ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകണതും. അതുപോലെ തന്നെ ആ 2 കുട്ടികൾക്ക് കിട്ടിയ ഒരു വീടൊക്കെ വെച്ച് കൊടുത്തുക്കണമല്ലോ. ആ വീട് ഇനി എന്താണ് രേണുവിൻ്റെ പേരിലായിരിക്കും, അതല്ലെങ്കിൽ രേണു ഇനി ആ കുട്ടികളെ ആ വീട്ടിൽ കയറ്റൂല, അത് സ്വന്തമായിട്ട് എടുക്കും, അങ്ങനെ ആ കുട്ടികൾ വീണ്ടും അനാഥമാവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് വീട് കിട്ടാതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വിമർശിക്കുന്നവരോടൊക്കെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊക്കെ നല്ല രീതിയിൽ മാന്യമായിട്ട് വിമർശിക്കുക. നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവകാശം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ചെയ്യണീന് ഒരു മാന്യത പുലർത്തുക. അതിൽ പറ്റ ആൾക്കാരെ ആക്ഷേപിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിനെ ഒന്നും ഇല്ലാതെ ആക്കിയിട്ടൊന്നും നിങ്ങൾ സംസാരിക്കാതിരിക്കുക, അതല്ലെങ്കിൽ അത്രയും തരം താഴ്ത്തിയിട്ടൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യാതിരിക്കുക.